പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ചില നഗ്നസത്യങ്ങൾ ചോദിക്കാനായിട്ടാണ്. അതായത് വേറെ ഒരു മനുഷ്യരെയല്ല, സമുദായങ്ങളെയും മതങ്ങളുടെയും കാര്യത്തെക്കുറിച്ചാണ്. ഞാൻ ഒരു കാര്യം വലിയ വലിയ പണ്ഡിതന്മാരോട് ചോദിക്കട്ടെ. ഏതെങ്കിലും ഹിന്ദു ദൈവങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എനിക്ക് ഇത്രയും കൂടിയ സ്വർണ്ണ ഭണ്ഡാരം വേണം, അല്ലെങ്കിൽ എനിക്ക് സ്വർണവും അല്ലെങ്കിൽ സ്വത്തുക്കളും എല്ലാം എനിക്ക് വേണ്ടി മാറ്റി വച്ചേക്കണം? ഒന്നും പറഞ്ഞില്ലല്ലോ. അതിനെക്കുറിച്ച് ബാക്കി പിന്നെ പറയാം. അതുപോലെ ക്രിസ്ത്യൻ സമൂഹങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. ഈ പെന്തിക്കോസ്ത് സഭയോട് ഞാൻ ചോദിക്കുന്നില്ല, പുരോഹിത വർഗത്തോടാണ്. ഈ പെന്തിക്കോസ്ത് സഭയോട് ചോദിച്ചാൽ അവർ വളഞ്ഞ വഴിയിലെല്ലാം വരും. അവർ ആത്മീയ കൂട്ടായ്മയിലുള്ള ഒരു ഗണമായി ഞാൻ കൂട്ടാക്കുന്നില്ല. എന്നാൽ പുരോഹിത വർഗത്തോട് ഞാൻ ചോദിക്കുകയാണ്. കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബ, CSI എന്നോട് ഞാൻ ചോദിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യം, എവിടെ നോക്കിയാലും ഭണ്ഡാരങ്ങൾ നിറയ്ക്കുക, കുരിശ്, സ്വർണ്ണക്കുരിശ്. അതിലൊന്നും ഞാൻ ഒന്നും കുറ്റം പറയില്ല. കാരണം ഇത് ആരുടെയും ഈ ഓർത്തഡോക്സ് സഭയിലെ ഭക്താൻ്റെ പുരോഹിതൻ്റെ കാശ് കൊണ്ടല്ല. വിശ്വാസികൾ ഒരു സ്വർണ്ണക്കുരിശ് കൊടുക്കുന്നു, വേറൊരാൾ സ്വർണ്ണക്കുരിശ് കൊടുക്കുന്നു, അനേകായിരം മറ്റ് സാധനങ്ങൾ കൊടുക്കുന്നു. ഇതെല്ലാം ദൈവത്തിന് ആവശ്യമാണോ? എനിക്കറിയാം. ക്രിസ്ത്യ സമൂഹത്തോട് ചോദിക്കുകയാണ്, ഇതെല്ലാം ദൈവത്തിന് ആവശ്യമാണോ? എന്തുകൊണ്ട് ഇതെല്ലാം പാഴ്ചലമായിട്ട് കൂട്ടിവെച്ചിട്ട് നിങ്ങൾ പിന്നെ വിശ്വാസികളെ പിഴിഞ്ഞെടുത്ത് പെരുന്നാൾ റാസയ്ക്കും വേണ്ടി കാശുണ്ടാക്കുന്നു? ഞാൻ ചോദിക്കുന്നത്, എത്രായിരം കോടികളുടെ സ്വത്തുക്കൾ സ്വർണ്ണക്കുരിശാണെങ്കിലും മറ്റേതാണെങ്കിലും ദേവാലയങ്ങളുണ്ട്. അതൊക്കെ ചില ഭൂതം കാത്തു സൂക്ഷിക്കുന്ന പോലെ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന നിങ്ങൾ അതെന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? ദൈവത്തിന് വേണ്ടിയോ? ദൈവത്തിന് ഇതിൻ്റെ ആവശ്യമുണ്ടോ? ദൈവം നിങ്ങളോടൊക്കെ പറഞ്ഞു, നിങ്ങളുടെ അമാവാസ്യയും ഈ പെരുന്നാളുകൾ കണ്ട് ഞാൻ മടുത്തു. നിങ്ങൾ ആർക്ക് വേണ്ടി ഇതെല്ലാം സ്വരൂപിച്ചു? നിങ്ങളുടെ പുരോഹിത വർഗത്തിൻ്റെ പേരും പരവയ്ക്കും വേണ്ടി, അല്ലെങ്കിൽ ഇടവകയുടെ പേരും പരവയ്ക്കും വേണ്ടി. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഈ കുരിശും ഭണ്ഡാര നിറവും അനുസരിച്ചാണ് ദൈവം പ്രതീക്ഷിക്കുന്നതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അല്ല മക്കളെ, ഇതൊന്നും കൊണ്ട് അല്ല ദൈവം നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. ഈ കുരിശും മറ്റും വെച്ച് നമ്മൾ ആരെ പൂജിക്കുന്നു? ക്രിസ്തു ഒരു കുരിശിനെ വരച്ചുള്ളൂ. അത് ബലഹീനമായ ഒരു തടിക്കുരിശിൽ നിങ്ങൾ അനേകായിരം സ്വർണ്ണക്കുരിശുണ്ടാക്കി പരീക്ഷണം നടത്തിയാൽ ദൈവം അതിൽ പ്രസാദിക്കുമോ? അവിടെ അപ്പുറത്ത് ഒരു ചികിത്സയും കിട്ടാതെ കിടക്കുന്ന മനുഷ്യനുണ്ട്, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത മനുഷ്യരുണ്ട്.
അവരെ നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ അതുകൂടെ ചിന്തിക്കണം. കാരണം ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, ഇല്ലാത്തവര് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവര് കൊടുക്കുക. ഞാൻ വിശന്നിരുന്നപ്പോൾ നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾ എന്ന് നിന്നെ പിതാവെ നിന്നെ പട്ടിണികളായി കണ്ടു? അല്ല, നിന്റെ സഹോദരൻ പട്ടിണി കിടക്കുമ്പോൾ അത് കാണുമ്പോൾ അവനെ നീ ഭക്ഷണം കൊടുക്കുന്നതാണ്, ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതാണ് എനിക്ക് തരുന്നത്. ഒരുവൻ ദാഹിച്ചു വരുമ്പോൾ അവൻ ദാഹജലം കൊടുക്കുന്നത് എനിക്ക് തരുന്നത് പോലെയാണ്. എങ്കിൽ സാവകളി കുരിശും മറ്റും കൊടി 100 അതിൻ്റെ അപ്പുറത്തെ എണ്ണം. അത് എന്താന്ന് പറഞ്ഞാൽ, സഭ ഇല്ല, എൻ്റെ ഇത്ര സ്വർണ്ണക്കുരിശുണ്ട്. ആർക്കതിൻ്റെ ക്രെഡിറ്റ്? ആ ദേവാലയത്തെ പുരോഹിതൻ. അതിനുവേണ്ടി അവൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. അല്ലാതെ അവൻ ദൈവികമായി ചിന്തിക്കുന്നുണ്ടോ? ഈ സ്വർണ്ണക്കുരിശ് എന്തിനാ നമുക്ക്? ഒരു കുരിശ്, അതും ക്രിസ്തു തൂങ്ങിയത് ഒരു തടിക്കുരിശിലാണെങ്കിൽ ഒരു തടിക്കുരിശ് മതി. എന്തിന് നമുക്ക് ഈ സ്വർണ്ണക്കുരിശ് മുഴുവൻ ഇവിടെ ഭണ്ഡാരത്തിൽ? അത് പാവങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ഇടവകയിലല്ലേ, സഭയിലെ പാവം പിടിച്ച മനുഷ്യർക്ക് വേണ്ടി ഉപകരിക്കണം എന്ന് ചിന്തിക്കുന്ന ഏത് ദരിദ്രവാസി പുരോഹിതോ വെട്ടാനോ ഉണ്ട്? ഇല്ല, ഒരുത്തരും ഇല്ല. മണനാട്ട് പള്ളിയിൽ ശരിയാ, കന്യാകുമാരിയാം പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുന്നു. എന്തെങ്കിലും അത് തന്നെയാണ് ഓർത്തഡോക്സ് സഭ പറയുന്നത്. തോമാശ്രീയ അങ്ങോട്ട് സ്ഥാപിച്ച സഭയാണെന്ന്. അപ്പൊ എന്താ ശരിയാ? എന്നാലും കന്യാകുമാരിയാം മണർവാട്ട് പള്ളിയിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ കന്യാകുമാരിയാമിന് എന്തോ അധികാരമുണ്ട്. യേശുക്രിസ്തു തനിയെ പറയുന്നു, എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാനൊക്കത്തില്ല. എൻ്റെ പിതാവ് പറയാതെ പിതാവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. അല്ലാതെ പിതാവ് പറയാതെ എനിക്കൊന്നും അനുവദിക്കാതെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പം പിന്നെ കന്യ പറയാവൻ എന്തോ ഇതുള്ളത്? നിങ്ങൾ ഓരോ ശരിയാ, കന്യ പറയാൻ പ്രത്യക്ഷപ്പെട്ട് കാണും. ആർക്കാണ് നിങ്ങളെന്ന് പറയാമോ? കത്തോലിക്ക സഭ എപ്പോഴും പറയുന്നുണ്ട്, ഓസ്റ്റിയിൽ ക്രിസ്തുവിൻ്റെ മുഖം കണ്ടു, ക്രിസ്തുവിൻ്റെ തലയിൽ നിന്ന് രക്തം ഒഴുകുന്നത് കണ്ടു എന്ന് പറഞ്ഞ പോലെ. അല്ലാതെ കന്യാകുമാരിയാം മണർവാട്ട് പള്ളിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നതിൻ്റെ തെളിവ് വേണ്ട. വേളാങ്കണ്ണി തന്നെ നിങ്ങൾ ചിന്തിക്കുക, അതൊരു ചരിത്രമാ, അല്ലാതെ സത്യമോ എന്തോന്നും ആർക്കും അറിയത്തില്ല. ആരുണ്ടാക്കിയ ചരിത്രമാണെന്നും അറിയത്തില്ല. അങ്ങനാണെങ്കിൽ നേവിയിൽ നിന്ന് എത്രയോ പ്രാവശ്യം തനിയെ യാത്ര ചെയ്തൊരു മനുഷ്യനുണ്ട്, ലഫ്റ്റനന്റ് കമാൻഡറോ ആയ ഒരു മനുഷ്യൻ, മലയാളി. അപ്പോൾ അവനെ എന്തുമാത്രം പ്രാർത്ഥിച്ചു കാണും. അവൻ ചെന്ന സ്ഥലത്തൊരു പള്ളിയോ ഒക്കെ അവൻ ഉണ്ടാക്കരുതായിരുന്നു. അവൻ ഒരുപാട് കർഷകങ്ങൾ കൂടെ കടന്നുപോയി. അവനൊരു പള്ളിയോടെ സ്ഥാപിച്ച അതും വിശുദ്ധവനായിത്തീരത്തില്ലയോ? കുഞ്ഞുങ്ങളെ,
നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്ന കടങ്കഥകളിലല്ല വിശ്വസിക്കേണ്ടത്? അത് തന്നെയല്ല, നിങ്ങൾ ഒരു ദേവാലയമാണെങ്കിൽ ദേവാലയത്തിൽ ഞാനന്ന് ചോദിച്ചോട്ടെ, ക്രിസ്തു എവിടെ? ക്രിസ്തുവിൻ്റെ കാലത്ത് അല്ല, ശലോമോൻ ദേവാലയം പണിതു. അവിടെ ഏതൊക്കെ കാലത്ത്? രാവിലെ പ്രഭാത നമസ്കാരവും, ഉച്ചയ്ക്ക് മറ്റേ നമസ്കാരവും, വൈകിട്ടും അല്ല ഏതൊക്കെ നമസ്കാരം തന്നു? അവിടെ എന്തൊക്കെയാണ് നടത്തുന്നത്? ഏത് കാലത്താ ഈ സന്ധ്യാ നമസ്കാരം പ്രഭാത നമസ്കാരം ഉണ്ടായത്? ഒരു ഭക്ത പറഞ്ഞു, അത് ആ ഭക്ത എന്ന് പറഞ്ഞാൽ കള്ളം കാതോലിക്ക പറഞ്ഞത്. അതായത് നമ്മൾ ദൈവത്തെ ഇതനുസരിച്ച് എല്ലാ പ്രവൃത്തി ചെയ്യുന്നു എന്ന് ഇവിടെ പുതിയ ദൈവത്തിലെ ഇതനുസരിച്ച് പുരോഹിതന്മാർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പുതിയ ദൈവത്തിൽ ഏത് പുരോഹിതൻ ക്രിസ്തു ജനിച്ചിടക്കുകയും ക്രിസ്തു മരിച്ച് സമയം വരെയും മരിച്ചു കഴിഞ്ഞിട്ടും ഏത് പുരോഹിതൻ അവിടെ ഉണ്ടായിരുന്നു? ദൈവവാസി കാതോലിക്ക, നീ പറയണ. നീ ഇപ്പം 3-4 മാല അങ്ങോട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് പറഞ്ഞാൽ മനുഷ്യൻ നീ ഏതൊക്കെയോ ഭാഷയുടെ ഏതൊക്കെയോ കാര്യം എടുത്തിട്ട് അതിൻ്റെ അടിയുറപ്പ്, സഭയുടെ അടിയുറപ്പ് എന്തൊക്കെയോ ഇന്ന് വിളിച്ചു കൂന്നു കേട്ടു. എടാ, ഇതൊന്നുകൊണ്ട് നീ ഒരു രക്ഷയില്ല. നീ ദൈവത്തിലാണ് വിശ്വസിക്കേണ്ടത്. ആരുണ്ടാക്കിയ മറ്റേതാണ് നീ ഇപ്പം പറഞ്ഞുകൊണ്ട് വരുന്നത്? ദൈവം പറഞ്ഞ വാക്യം, ദൈവം തന്ന കൽപ്പനകൾ അല്ലാതെ നിങ്ങൾ ജനങ്ങൾ ഉണ്ടാക്കിയ മാക്കറാക്തിയും ഈ മറ്റേത് കൊണ്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ട് നീ പോവുകയേ ഉള്ളൂ. അത് ഇന്ന നിലനിൽപ്പിൽ നീ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. എടാ, നിന്റെ വാസി കാതോലിക്ക, ഞാൻ പറഞ്ഞുതരാം. ഓസ്റ്റാച്ചോസിനുവരി നിന്റെ മുൻപിലുണ്ടായിരുന്ന മനുഷ്യനാണ്. ആ മനുഷ്യനെ നീ കണ്ടുപിടിച്ചോ? ആ മനുഷ്യൻ എങ്ങനെ ജീവിച്ചത്? നിങ്ങൾ പരമനത്തിന് വേണ്ടി പറയുന്നു. ആ പരമനത്തിന് വേണ്ടി എങ്ങനെയാണ് ജീവിച്ചത്? ആ ജീവിതമാണോ നിങ്ങൾ അനുകരിക്കുന്നത്? വേണ്ട. കൊച്ചുതിരുവേരി ജീവിച്ച രീതി, ആ കൊച്ചുതിരുവേരുടെ വലിയ പോർന്നു. എടാ, നീയൊക്കെ അങ്ങനെ പൂഴ്ത്തി കൊണ്ട് നിന്നിലൊന്നും പ്രസാദിക്കത്തില്ല. ആ മനുഷ്യൻ കൊച്ചുതിരുവിനെ ആരാന്ന് നീയൊന്നും അറിയത്തില്ല. വേണ്ട മക്കളെ, നിസ്സാരമായിട്ട് ഞാൻ പറയാം. എന്തിനു വേണ്ടി ഈ മനുഷ്യരാണ് ഈ സഭകൾ തമ്മിൽ അടിയുണ്ടാക്കുന്നു? ദ്രവ്യം. അത് തന്നെയല്ല, കാളക്കുട്ടന്മാരെ ഓരോ ഇപ്പം ഇന്ന് ഞാൻ കണ്ട, അതായത് നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു പുരോഹിതനും ശബനാരി പഠിച്ച് 4 വർഷം കഴിയുന്നതിനകം വിശുദ്ധ ബൈബിൾ പൂർണ്ണമായി വായിച്ചിട്ടില്ല. അതുതന്നെ ഇന്ന് വേറൊരാൾ പറഞ്ഞു, ഒരു പുരോഹിതനാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അന്നും പറയുന്നില്ല. ഏതായാലും സഭയ്ക്ക് സ്വർണ്ണക്കുരിശ് 100 500 ഉണ്ടെങ്കിലും അല്ല ദൈവം പ്രസാദിക്കുന്നത്. നിങ്ങൾ സഭ അല്ലെങ്കിൽ ഇടവക ചെയ്യുന്ന പ്രവർത്തികളിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഇടവകയിലെ പാവം പിടിച്ച കുഞ്ഞാടുകളെ നിങ്ങൾ കാലൊടിഞ്ഞതിനെ നിങ്ങൾക്ക് വെച്ച് കെട്ടുക.
അല്ലാതെ സുഖമില്ലാത്തവരെ അവർ ചികിത്സിക്കുക. അല്ലാതെ നിങ്ങളിപ്പോൾ അവിടെ ഇവിടെ ഓസിയോ അവൻ്റെ അമ്മയുടെ നെഞ്ചത്തെ എല്ലാ പ്രോഗ്രാം വിളിച്ച് കൂട്ടി അവിടെ ഇവിടെ നടക്കുന്നതല്ലാതെ മക്കളെ ഇതുകൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടുകയല്ല. ഈ നിങ്ങളുടെ പുറകെ നടക്കുന്ന വിശ്വാസി ചെറുപ്പക്കാരെയും പിന്നെ നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്ന മർത്തമറിയ സമാജം പെണ്ണുങ്ങളെയും അവരെ നിങ്ങൾ സാത്താൻ്റെ കയ്യിലേൽപ്പിച്ചിരിക്കുക. ഇപ്പോഴേ നിങ്ങൾ ഒന്നാമത് സാത്താന്മാർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ അതിലും വലിയ സാത്താനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും കൊള്ളാം, നിങ്ങൾ നടക്കുവിൻ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുവിൻ. സ്വർണ്ണക്കുറിച്ച് കുറച്ചുകൂടുണ്ടാക്കി ആർഭാടപൂർവമായിട്ട് പെരുന്നാൾ ആഘോഷിച്ചിട്ട് അതുകൊണ്ട് സ്റ്റോറി വെച്ചേക്കുക. ദൈവം പറഞ്ഞ ഓർമ്മയുണ്ടോ? നിങ്ങളുടെ അമാവാസിയും പെരുന്നാളുകളും കണ്ടുകൊണ്ട് ഞാൻ മടുത്തു. എന്തുവായി പെരുന്നാളുകൾ? ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ദൈവം ധനത്തിലല്ല പ്രസാദിക്കുന്നത്, ബലഹീനതയിലാണ്. നീയൊക്കെ ഇന്നത്തെ പുരോഹിതവർഗമല്ല വിശ്വാസി സമൂഹവും മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.